കൈകാലുകളൊക്കെ ബന്ധിച്ച് വേമ്പനാട്ട് കായലിൽ നീന്തി കീഴടക്കിയതാണ് ഈ 9 വയസ്സുകാരൻ. അങ്ങനെയാണ് നേട്ടം സ്വന്തമാക്കിയത്. കോതമംഗലം കുത്തുകുഴി സ്വദേശി ദേവദർശനാണ് കായൽ നീന്തി കടന്ന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. 2 മണിക്കൂർ 1 മിനിറ്റ് കൊണ്ട് 9 വയസ്സുകാരൻ ദേവദർശൻ വേമ്പനാട്ട് കായൽ നീന്തി കീഴടക്കി. അതും കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട്. രാവിലെ 7:16 ചേർത്തല കൂമ്പേൽക്കടവിൽ നിന്നും ആരംഭിച്ച നീന്തൽ 9:17 വൈക്കം കായലോര ബീച്ചിൽ പൂർത്തിയായി. ഫിനിഷിംഗ് പോയിന്റിൽ കാത്തുനിന്നവർ ആവേശത്തോടെ ദേവദർശനെ സ്വീകരിച്ചു. ബീച്ച് മൈതാനത്ത് അനുമോദന യോഗവും സംഘടിപ്പിച്ചു. നീന്തൽ പരിശീലകനായ ബിജു തങ്കപ്പന്റെ ശിക്ഷണത്തിലാണ് ദേവദർശൻ കായൽ നീന്തി കിടന്നത്. കോതമംഗലം കുത്തുകുഴി സ്വദേശി രഘുനാഥ് ബാബുവിന്റെയും ആതിരാനിലിന്റെയും മകനാണ് 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവദർശൻ. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. സത്യം പറഞ്ഞ ദേവദർശനെ കാണുമ്പോൾ വലിയ അഭിമാനവും അതേസമയം കുറച്ച് പേടിയും തോന്നുന്നുണ്ട്. എനിക്ക് നീന്തൽ അറിയില്ല, അതുകൊണ്ട് കയ്യും കാലും ഒക്കെ കെട്ടി ഒരാളിങ്ങനെ നീന്തി പോകുന്നത് കാണുമ്പോൾ അതൊരു കൊച്ചു കുട്ടിയാവുമ്പോൾ അതിന്റെ ടെൻഷൻ കുറച്ച് കൂടുതലാണ്. ഷിനോ ജസ്റ്റ് ചേരുന്നുണ്ട് തത്സമയം. ഷിനോജെ, ഒരു കൊച്ചു മിടുക്കൻ തന്നെ, കാരണം വളരെ ചെറിയ പ്രായത്തിലാണ് ആഗ്രഹം സാധിച്ചെടുത്തിരിക്കുന്നത്, വലിയൊരു നേട്ടത്തിനടുത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കുടുംബവും കട്ട സപ്പോർട്ടായി കൂടെ നിന്നതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു നേട്ടം സ്വന്തമാക്കാനായി കഴിഞ്ഞത്. ചില സമയങ്ങളിലൊക്കെ നമുക്കും ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു മനോധൈര്യം ഇല്ലായ്മയും അല്ലെങ്കിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ ആളില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഒന്നും നടന്നു വരില്ല. അവിടെ ഫാമിലിയും ഫുൾ സപ്പോർട്ടായി ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അല്ലേ? റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കുക, ചരിത്രത്തിന്റെ ഭാഗമാകുക എന്നൊക്കെ പറയുന്നത് നമ്മെ സംബന്ധിച്ചെപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ അത്തരത്തിലൊരു സന്തോഷമാണ് ഇന്നലെ വൈക്കത്ത് നടന്നത്. കയ്യും കാലും ബന്ധിച്ചുകൊണ്ട് ഒരു 4ാം ക്ലാസ്സുകാരൻ, 9 വയസ്സ് മാത്രം പ്രായമുള്ള ദേവദർശൻ എന്നാണ് പേര്, കോതമംഗലം സ്വദേശിയാണ്, വേമ്പനാട്ട് കായൽ നീന്തി കീഴടക്കിയിരിക്കുകയാണ്. നമ്മൾ ഈ വേമ്പനാട്ട് കായൽ നീന്തി കീഴടക്കിയതുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ നേരത്തെ നൽകിയിട്ടുള്ളതാണ്. പക്ഷേ കയ്യും കാലും ബന്ധിച്ചുകൊണ്ട് ഒരു 4ാം ക്ലാസ്സുകാരൻ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളെന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിൽ വേമ്പനാട്ട് കായൽ നീന്തി കിടക്കുക എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. അതുകൊണ്ട് തന്നെ അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇപ്പോൾ ദേവദർശൻ്റെ പ്രകടനവും ഇടം ചേർന്നിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ ഇത്തരത്തിൽ ഈ ദേവദർശനെ കാണുന്നതിന് വേണ്ടിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ നിരവധി ആളുകൾ വൈക്കത്ത് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. പലരും പറയുന്നത് ഇത്തരത്തിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ, പ്രത്യേകിച്ച് 4ാം ക്ലാസ്സിൽ തന്നെ ഇത്തരത്തിൽ ഈ വേമ്പനാട്ട് കായൽ നീന്തി കീഴടക്കണമെന്നൊരാഗ്രഹം ദേവദർശനുണ്ടായിരുന്നു. അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇനിയും കൂടുതൽ ദൂരം താണ്ടണം, പ്രത്യേകിച്ച് പലതരത്തിലുള്ള ഇത്തരത്തിൽ കായലും പുഴകളും ഒക്കെ തന്നെ നീന്തി കടക്കണം എന്നൊരാഗ്രഹം ദേവദർശൻ പങ്കുവയ്ക്കുകയാണ്. എന്തായാലും അത്തരത്തിൽ പുതിയ 9ാം വയസ്സിലാണ് വലിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണമെന്നും ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. അതെല്ലാം എത്തിപ്പിടിക്കാനാകട്ടെ. ഒരുപാട് ആശംസകൾ ആ കൊച്ചുമിടുക്കന്.